بسم الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. വേദിയിലും ഈ സമ്മേളന സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സത്യാന്വേഷികളായ സഹൃദയരെ, സഹോദരീ സഹോദരന്മാരെ, ആധുനിക കാലഘട്ടത്തിൽ മതം വ്യവസായവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വാണിജ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ ശക്തമായ പിൻബലത്തോടെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപാവനമായ ചര്യകളുടെയും അത് രണ്ടിനെയും നേർക്കുനേരെ മനസ്സിലാക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള സഹാബികളുടെയും ഒരിക്കലും തെറ്റാത്ത അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലൂടെ സലഫുകൾ അതിനെ നോക്കിക്കണ്ടിട്ടുള്ള ഒരു രീതിയെ സംബന്ധിച്ചുള്ള ചിന്തയിൽ നിന്നുകൊണ്ടാണ് വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ആത്മീയത എന്ന വിഷയത്തിൽ ഇന്ന്
ഇവിടെ ഒരു പ്രഭാഷണം ചെയ്യുന്നത്. ഇത് ഏതെങ്കിലും ആളുകളോടുള്ള വിരോധത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതൃത്വത്തോടുള്ള വിമർശനത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്നതല്ല ഈ പ്രസംഗം. മറിച്ച് നാളെ മഹ്ശറയിൽ അതിശക്തമായ ചൂടുള്ള നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതൊക്കെ അളവിൽ വിശ്വസിക്കണം എന്നും സ്നേഹപ്രകടനങ്ങളും ബഹുമാനങ്ങളും തബറുക്കുകളുമൊക്കെ എത്രത്തോളം ആകാമെന്നും അതിൻ്റെ പരിധികൾ പ്രമാണങ്ങളിൽ എങ്ങനെ രൂപപ്പെട്ടു നിൽക്കുന്നു എന്നുമുള്ള സമയബന്ധിതവും ഹ്രസ്വവും അടിസ്ഥാന ചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആനയിച്ച് കൈപിടിച്ചു കൊണ്ടുപോകുന്നതുമായി തീരട്ടെ ഈ പ്രഭാഷണം എന്ന് ആമുഖത്തിൽ ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പടച്ച തമ്പുരാനെ സത്യം സത്യമായി പറയുവാനും വിലയിരുത്തുവാനും പക്ഷപാതിത്വങ്ങൾക്കപ്പുറത്ത് പ്രാസ്ഥാനികമായ അതിർവരമ്പുകൾക്കപ്പുറത്ത് ആശയപരമായ ഒരു വലിയ ഉൾക്കൊള്ളൽ ഈ പ്രഭാഷണത്തിലൂടെ ഇവിടെ ഹാജരായവർക്കും നാളെ കേസറ്റുകളിലൂടെ കേൾക്കുന്നവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മതം വാണിജ്യവൽക്കരിക്കപ്പെടുന്നു എന്നത് എല്ലാവരും ശക്തമായി ഇന്ന് അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ AP സുന്നികളുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വന്നിട്ടുള്ള ഒരു പ്രസിദ്ധീകരണത്തിൽ ആൾ ദൈവങ്ങളെക്കുറിച്ച് ശക്തമായ ഒരു ലേഖനം വായിക്കുകയുണ്ടായി. ചെകുത്താൻ വേദമോതുന്നു എന്ന് സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട് നാം. ഇപ്പൊ ഹിന്ദുമത സമൂഹം ജീവിക്കുന്ന ഒരു രാജ്യഘടനയുണ്ട് നമുക്ക്. ഹിന്ദുമതവും ക്രൈസ്തവതയും ഇസ്ലാമും ജൈനമതവും ബുദ്ധ കൺഫ്യൂഷ്യാനിസ ചിന്തകളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകഘടന ഇന്ന് മനുഷ്യകുലം അംഗീകരിക്കുന്നുണ്ട്. ആത്മീയത എന്ന് പറയുന്നത് എന്നും ഒരു ചൂഷണ ഉപാധിയായി കണ്ടിട്ടുള്ള പൗരോഹിത്യം ജീവിച്ചിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു ലോകത്ത്. അക്കാലഘട്ടങ്ങളിലെ രാഷ്ട്രീയ മേലാളന്മാരും മതത്തെ ചൂഷണം ചെയ്ത് ജീവിച്ച പൗരോഹിത്യവും ഏത് കാലഘട്ടത്തിലും ചെയ്തിട്ടുള്ളത് അറിവില്ലാത്ത പാമര ജനങ്ങളെ വൈകാരികതയിൽ നിർത്തി അവരുടെ വിശ്വാസ വൈകാരികതയും ആചാര വൈകാരികതയെയും നേതൃത്വത്തോടുള്ള പ്രവാചകന്മാരോടുള്ള അവരുടെ സ്നേഹത്തെ അതിർവരമ്പുകളിൽ നിന്ന് തെറ്റിച്ച് ആദരവിന്റെ അതിർവരമ്പുകൾ കടന്ന് ആരാധനയുടെ ലോകത്തേക്കുള്ള യാത്ര തിരിച്ചുകൊണ്ടായിരുന്നു എന്ന വസ്തുത നാം അറിയേണ്ടതുണ്ട്. വസ്തുതാപരമായി വിഷയങ്ങളെ നോക്കിക്കാണുന്നത് ഒരു നല്ല സമൂഹത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഇതൊരു വിമർശനാത്മകമായ ഒരു പ്രഭാഷണമല്ല, ഇത് ചിന്തയിൽ അധിഷ്ഠിതമായ ഒരു പ്രസംഗമാണിത്. എന്തൊക്കെ എത്രത്തോളം ആകാം, മരണാനന്തര ജീവിതത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്ന് കാണിച്ചു കൂട്ടുന്ന പലതും ഭൗതിക ലോകത്തിന്റെ പ്രമത്തതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന വസ്തുത നമ്മൾ അറിയേണ്ടതുണ്ട്. ഭൗതിക ലോകത്തിന്റെ നിരർത്ഥകതയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി സംസാരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ബൽ തുസിറൂനൽ ഹയാത്തുദ് ദുനിയ വല്ലാഖിറത്തു ഖൈറും വബഖാ. ഈ ദുനിയാവ് ശാശ്വതമായ ഒരു ലോകമല്ലല്ലോ, ആഖിറത്താണ് യഥാർത്ഥത്തിൽ എന്നും ബാക്കിയായി നിൽക്കുന്നത് എന്ന വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാട്. ഈ ദുനിയാവ് വിട്ടുള്ള യാത്രയ്ക്ക് ശേഷമുള്ള മരണാനന്തര ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് ദുനിയാവിനോട് അടങ്ങാത്ത മോഹമുള്ളത് എന്ന് ഞാൻ ഈ കാലഘട്ടത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല.
2 രോഗങ്ങൾ ഈ സമുദായത്തെ പിടികൂടുമെന്ന് ജീവിതത്തിൽ കള്ളം പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മലവെള്ളപ്പാച്ചിലിൽ പാഞ്ഞു പോകുന്ന ചപ്പുചണ്ടികളെപ്പോലെ എൻ്റെ ഈ സമുദായമായി തീരും. അന്ന് ഭക്ഷണത്തളികയിലേക്ക് കഴുകന്മാർ വരുന്നത് പോലെ ശത്രുക്കൾ അവരുടെ നേരെ നാനാഭാഗങ്ങളിൽ നിന്നും ചീറിയെടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട സഹാബികൾ നബിയോട് ചോദിച്ചു, അന്ന് അവരെണ്ണത്തിൽ കുറവായിരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അൻതും കസീർ, അല്ല, അവർ ധാരാളം ഉണ്ടാവും. 2 രോഗങ്ങൾ അവരെ പിടികൂടും. ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം, ഇഷ്ക് അല്ലേ, അത് ദുനിയാവിനോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ആഖിറവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഒരു മുഅ്മിനിന്. അല്ലാഹുവുമായുള്ള സ്നേഹം ആഖിറവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഒരു മുസ്ലിമിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ടാർഗറ്റ് ചെയ്യുന്നത് ആഖിറത്തിലുള്ള വിമോചനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, ദുനിയാവിന്റെ ആനന്ദപൂർണമായ ജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ അവർ നിഷേധിക്കില്ല. പൊതുജനങ്ങൾ ചിലപ്പോൾ നിഷേധിക്കാം, ഞങ്ങൾ ഉസ്താദുമാർ അങ്ങനെയൊന്നല്ല, അവരൊരിക്കലും നിഷേധിക്കുകയില്ല. ആഖിറവുമായി ബന്ധപ്പെട്ടൊരു സ്നേഹമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് മനസാക്ഷി കുത്തില്ലാതെ ഒരു പുരോഹിതനും ലോകത്തൊരു കാലഘട്ടത്തിലും പറയാൻ സാധിക്കില്ല. ഏറ്റവും സമ്പത്തുണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം മതമാണ്. മതത്തെ പോലെ പണമുണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു വ്യവസായവും ലോകത്തില്ല. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയാൽ എത്രയോ വർഷം വേണ്ടിവരും അതിൽ നിന്ന് കൃത്യമായൊരു വരുമാനവും കൃത്യമായ അതിന്റെ പേരിൽ ലഭിക്കാവുന്ന ഭൗതികമായ നേട്ടങ്ങളുമൊക്കെ. അപ്പോ ദുനിയാവിനോടുള്ള അമിതമായ പ്രേമത്തിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ആത്മീയതയെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അറിയണം, നമ്മൾ ഓരോരുത്തരും അറിയണം, 7 ദീനാറ് മരണത്തിന്റെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഭാര്യമാരുടെ കൈകളിൽ ഏൽപ്പിച്ച് അത് ദാനം ചെയ്യാൻ പഠിപ്പിച്ച് പട്ടിണി കിടന്നതിന്റെ പേരിൽ പടയങ്കി ജൂതന്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്ത് പകരമായി അവിടെ പിന്നെ മാവ് വാങ്ങി തിരിച്ചു പോന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല യഥാർത്ഥത്തിൽ ഇന്നത്തെ ആധുനിക പൗരോഹിത്യത്തിന്റെ മാതൃകകൾ എന്ന് നാം അറിയണം. അനന്തരാവകാശമായി കോടിക്കണക്കിന് സ്വത്തിന്റെ ആസ്തി വാരിക്കൂട്ടാൻ പറ്റുന്ന പിന്നെ അവസ്ഥ ഉണ്ടായിരുന്ന റസൂൽ രാജ്യത്തിന്റെ ഭരണാധികാരിയായി ലോകത്തിന്റെ തന്നെ നെറുകയിൽ കയറി നിന്ന് സംസ്കാര സമ്പന്നതകളുടെ ഉന്നത സോപാനങ്ങളിൽ ഒരു ജനതയെ കൊണ്ടുവച്ച് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥാവിശേഷത്തിലേക്ക് ലോകഘടനയെ കൊണ്ടുവന്ന പ്രവാചകന്റെ സഹാബികൾ ഉൾക്കൊള്ളുന്ന ഒരു ജനപദം. ആ ജനപദമൊക്കെ ജീവിച്ച അവസ്ഥാവിശേഷങ്ങൾ അറിയാവുന്നവർ തലയണ കൈ തലയണയായി മാറ്റി കിബിലക്ക് നേരെ അഭിമുഖമായി കിടന്നുറങ്ങി 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭരണമെന്ന് പറയുന്നത് ഉമറിനെ പോലെയുള്ള മഹാന്മാരുടെ കരങ്ങളാൽ നടക്കണമെന്ന് മഹാത്മാഗാന്ധി ആഗ്രഹിച്ച ഉമറിനോട് ഒരു രാജ്യത്തിന്റെ അംബാസിഡർ വന്നിട്ട് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീന്റെ കൊട്ടാരം എവിടെ എന്ന് ചോദ്യം. അമീറുൽ മുഅ്മിനീന്റെ കൊട്ടാരം എവിടെയെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഉമറിന്റെയോ? അതെ, ആ കാണുന്ന ചെറ്റക്കുടിലാണ്. ആ കാണുന്ന ചെറ്റക്കുടിലാണ്. അതാണ് മതത്തെ വ്യവസായവൽക്കരിക്കാത്ത ഒരു ജനപദം ജീവിച്ചു പോന്ന കാലഘട്ടം. അന്ന് റസൂലുള്ളാഹിന്റെ തിരുമുടി ഉണ്ടായിരുന്നു അല്ലേ? അന്നും പ്രവാചക തിരുമേനിയുടെ ആസാറുകൾ എന്ന് പറഞ്ഞ് ഖലീഫമാരുടെ കൈകളിലും അതുപോലെ സഹാബികളുടെ കൈകളിലും ഉണ്ടായിരുന്നു. ഒരിക്കലും അത് വിൽപ്പന ചരക്കായില്ല. അത് വെച്ച് പണം സമ്പാദിച്ച് മസ്ജിദ് നിർമ്മിച്ച ഒരു പാരമ്പര്യം ലോകത്ത് സഹാബികളുടെ പാരമ്പര്യത്തിൽ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഇസ്ലാമിന്റെ അന്തരാത്മാവിനെ കൃത്യമായി ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ഹൃദയമുള്ളവരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. അമ്പിയാക്കൾ അനവരതം വന്ന ഭൂമികയാണ് ലോകത്തിന്റെ ഭൂമിക. വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ലോകത്ത് താക്കീതുകാർ വരാത്ത ഒരു ജനപദവും ഉണ്ടായിരുന്നില്ല. അള്ളാഹു തെരഞ്ഞെടുത്ത അയച്ച പ്രവാചകന്മാർ ഭൂമി ലോകത്ത് വന്നു. ജനസമൂഹത്തിന്റെ മുമ്പാകെ അവർ ഇറങ്ങിച്ചെന്നു. പച്ചയായ മനുഷ്യരായി ജനസമൂഹത്തിന്റെ മുമ്പിലേക്ക് അവർ കടന്നു വന്നു. ജനങ്ങളോട് ഏകനായ പടച്ചതമ്പുരാനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് അവരെ ക്ഷണിച്ചു. പ്രവാചകന്മാർ അവരുടെ മുമ്പിൽ വെട്ടിത്തുറന്ന പാതയെ വളരെ കൃത്യമായി അവർ പഠിപ്പിച്ചു.
അനി അബ്ദുല്ലാഹ്, അല്ലാഹനെ നിങ്ങൾ ആരാധിക്കണം, അല്ലാഹുവിനെ നിങ്ങൾ തഖ്വയുള്ളവരാകണം, നിങ്ങൾ ഞങ്ങളെ അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നൂഹ് അലൈഹിസ്സലാം ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്നത്. നൂഹ് നബി മുതൽ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ ഖാത്തിമുൻ നബി എന്ന് ഖുർആനിലെ 33-ാം അധ്യായം 40-ൽ സൂചിപ്പിച്ച പോലെ അന്തിമ പ്രവാചകൻ വരെയുള്ള പ്രവാചകന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, നമുക്കറിയാം ഒരുപാട് സംസ്കാരങ്ങൾ ലോകത്ത് നിലനിന്നിരുന്നു. ബാബിലോണിയൻ സംസ്കാരം, ഈജിയൻ സംസ്കാരം, അതുപോലെ തന്നെ റാമൻ സംസ്കാരങ്ങൾ, ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമുക്കറിയാം മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ 2 നദികൾക്കിടയിലുള്ള സ്ഥലം എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത്. ഇറാഖ് പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ മണ്ണ്. ആ പ്രവാചകന്മാർ ജീവിച്ച കാലഘട്ടം. അവർ ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. അദ്ദഅവതു ഇലല്ലാഹ് എന്ന സുപ്രധാനമായ ഒരു ആശയമായിരുന്നു പ്രവാചകന്മാർ ലോകത്തിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത് എന്ന വസ്തുത നാം അറിയണം. മനുഷ്യ ജീവിതത്തിനൊരു പരമമായ ലക്ഷ്യമുണ്ട്. അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്കിൻ വമാ ഉരീദു അൻ യുതഇമൂൻ എന്ന പദത്തിൽ വലിയ ആശയങ്ങളാണ് വിശുദ്ധ ഖുർആൻ അദ്ദാരിയാത്ത് 51-ാം അധ്യായം 57-58 വചനങ്ങളിൽ പറയുന്നത്. ഏകാഗ്രമായ മനസ്സും കൂർച്ച ബുദ്ധിയും നിഷ്കളങ്കമായ മനസ്സും ഒക്കെയുള്ള നിങ്ങളോട് മതത്തിന്റെ പേരിൽ നിങ്ങളെ ചതിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അചിന്ത്യമായ കാര്യമാണ്. വഞ്ചന എന്നത് ജീവിതത്തിൽ ശീലിച്ചു പോന്ന ഒരു പ്രവാചകന്റെ അനുയായികളല്ല നമ്മൾ. ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ലെന്ന്, ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ലെന്ന്. സത്യത്തിൽ ഞാൻ ഈ അടുത്ത കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് 2 വരി പാട്ട് റസൂലുള്ളാഹിനെ കുറിച്ച്. ആ വരികൾ ഇങ്ങനെയാണ്: ഒത്തുപള്ളിയിൽ പഠിച്ചില്ലെങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോതിയില്ല എന്ന വാക്ക്. ഞാൻ അന്ന് കരഞ്ഞു. ഞാൻ ഒരുപാട്. എന്റെ മക്കൾ ചോദിച്ചു, ബാപ്പ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന് ഒരു ബാപ്പ മാതൃക കാണിച്ചില്ല. മോനെ കള്ളം പറയരുത് മോനെ, നന്മ പറയണം മോനെ, അസത്യത്തിന് കൂട്ടുനിൽക്കരുത് മോനെ എന്ന് പറയാൻ ഒരു പിതാവിന്റെ പിൻബലമില്ലാതെ വളർന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാലപാഠങ്ങളുടെ അക്ഷരജ്ഞാനങ്ങളുടെ പുതിയ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ ഗുരുനാഥന്മാരില്ലാതെ വളർന്ന പ്രവാചക തിരുമേനി. 20 വയസ്സുള്ള മാതാവ് പ്രവാചകൻ 6 വയസ്സുള്ള കാലത്ത് മരുഭൂമിയിൽ വെച്ച് മരിച്ച് വെറിങ്ങലിച്ച ബോഡിയുടെ സമീപത്ത് നിന്ന് വാവിട്ട് കരഞ്ഞ ഒരു പിഞ്ചു പൈതലിന്റെ ഹൃദയം നാം ഓർക്കുകയാണ്. അനാഥത്വത്തിന്റെ കൈപ്പുനീരുകൾ കുടിച്ചു വളർന്ന പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം അനാഥത്വത്തിന്റെ മുഴുവൻ കൈപ്പുനീരുകളും കുടിച്ച് പിതാവിന്റെ നെഞ്ചിന്റെ ചൂടേൽക്കാതെ, പിതാവിന്റെ താരാട്ടുപാട്ട് കേൾക്കാതെ, പിതാവിന്റെ ലാളനകളില്ലാതെ, പിതാവിന്റെ കൈകൾ തലമുടികളിലൂടെ തലോടാതെ, പിതാവ് വാങ്ങിക്കൊടുത്ത ടെക്സ്റ്റൈൽസിലെ ജൗളിക്കടയിലെ ഡ്രസ്സ് ധരിക്കാതെ, പിതാവ് കുളിപ്പിച്ചു കൊടുത്ത ഓർമ്മകളില്ലാതെ, ജീവിതത്തിൽ കള്ളം പറഞ്ഞ് ജീവിച്ചിട്ടില്ലാത്ത ആ പ്രവാചക തിരുമേനിയെ നെഞ്ചകത്തേറ്റി എന്ന് പറയുന്നവർ ആ പ്രവാചകന്റെ പേരിൽ എഴുന്നള്ളിക്കുന്ന കള്ളം കേൾക്കുമ്പോൾ, ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല, ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല. അന നബിയുല്ല കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാടാ, ഞാൻ കള്ളമല്ല, അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പരമ്പര പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാട്. ആരാ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി? സന്ദർഭത്തിൽ വലിയ പ്രസക്തിയുണ്ട് ഈ ഒരു ചർച്ചക്ക്. എന്താ ചർച്ചയുടെ മർമ്മം? ഷെയ്ഖ് ജീലാനി കുട്ടിയായിരുന്ന കാലം, വളരെ ചെറിയ മോനായിരുന്ന കാലം, പഠിപ്പിക്കാൻ ഉമ്മ ഷെയ്ഖ് ജീലാനിയെ ദൂരെ ഒരു ഗുരുനാഥന്റെ സന്നിധാനത്തേക്ക് പറഞ്ഞേക്കുന്നു. ചരിത്രം വായിക്കുന്നവർക്കറിയാം. ദൂരെ പറഞ്ഞേക്ക്. ഒരു പണക്കി മകന്റെ അരയിൽ വെച്ച് കെട്ടിക്കൊടുത്ത്, ചെറിയ കുഞ്ഞാ, ചെറുപ്പക്കാരന്, ചെറിയ കുട്ടിയാ. ആ കുട്ടിയെ സമീപത്ത് വിളിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് ഉമ്മ പറഞ്ഞു, മോനെ കുലിൽ ഹഖ വഇൻ കാന മുറാ, പൊന്നുമോനെ കൈപ്പാണെങ്കിലും നീ സത്യമേ പറയാവൂ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചൊരു വചനം ഷെയ്ഖ് ജീലാനിയെ പഠിപ്പിച്ചു കൊടുത്തു. ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തു. കുറ്റിക്കാട്ടിലൂടെ ഈ കുട്ടി ഇങ്ങനെ നടന്നു പോവുകയാണ്. വളരെ ദൂരെ ഇങ്ങനെ നടന്നു ചെന്നപ്പോ കാട്ടിൽ നിന്ന് പെട്ടെന്ന് നിൽക്കവിടെ എന്നൊരു കൊള്ളക്കാരന്റെ ശബ്ദം കേട്ടു. ഈ കുട്ടി എവിടെ നിന്നു?
പുഞ്ചിരിച്ചു. മന്ദസ്മിതം തൂകി കൊള്ളക്കാരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു നിന്ന ഈ പിഞ്ചു പൈതലിനോട് കൊള്ളക്കാരൻ പറഞ്ഞു, എന്താ നിന്റെ കയ്യിൽ? ഇങ്ങോട്ട് എടുക്കുകയായിരുന്നു. ഉമ്മ തന്നൊരു പണക്കീയുണ്ട്, എന്താ വേണോന്ന് ചോദിച്ചു. അതെന്ന് പറഞ്ഞു ഇങ്ങോട്ട് എടുക്കുകയായിരുന്നു. സന്തോഷത്തോടെ ആ പണക്കീ അങ്ങ് കൊടുത്ത് തിരിച്ചു നടന്നുപോയി ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അത്ഭുതത്തോടെ കൊള്ളക്കാരൻ നോക്കി നിന്നു. പുഞ്ചിരിച്ച ജീലാനിയെ, കള്ളം പറയാത്ത ജീലാനിയെ, നുണ പറയാത്ത ജീലാനിയെ നോക്കി നിന്നു ഈ കൊള്ളക്കാരൻ. കുറെ ദൂരം അങ്ങ് കുട്ടി നടന്നു പോയപ്പോ മോനെ നിൽക്കവിടെ എന്ന് പറഞ്ഞ് വീണ്ടും ശബ്ദിച്ചു. മന്ദഹാസം തൂകിക്കൊണ്ട ആ കുഞ്ഞ് പിന്നെയും തിരിഞ്ഞു നിന്ന് ചോദിച്ചു, എന്തേ, ഇനി വല്ല ആവശ്യവുമുണ്ടോ? ഈ കൊള്ളക്കാരനുണ്ടല്ലോ, കൊള്ള ചെയ്ത് ജീവിച്ച് മറ്റുള്ളവരുടെ അവകാശത്തെ ധ്വംസിച്ച് ജീവിച്ച ഈ കൊള്ളക്കാരനെ ഈ കുഞ്ഞിനെ പിടിച്ചു വെച്ച് ചോദിച്ചു, മോനെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു കുട്ടി, നീ എന്നിൽ ആശ്ചര്യമുണ്ടാക്കിയിരിക്കുന്നു മോനെ. ആരാ മോനെ നീ എന്താ മോനെ സത്യം പറഞ്ഞത്? എന്താ നീ ഞാൻ ചോദിച്ചപ്പോ പുഞ്ചിരിച്ചത്? എന്താ നിനക്ക് ഭയപ്പാടില്ലാത്തത്? ആരാ മോനെ നിന്നെ ഇങ്ങനെ പരിശുദ്ധപ്പെടുത്തിയത്? അവൻ പറഞ്ഞു, എന്റെ ഉമ്മ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വചനം പറഞ്ഞിട്ടുണ്ട്, കള്ളം പറയരുത് എന്ന്. ആ കള്ളം പറയരുത് എന്ന എന്റെ ഉമ്മ പഠിപ്പിച്ച വാചകമാണ് നിങ്ങളോട് സത്യം പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ പേരിൽ പോലും കള്ളമെഴുന്നള്ളിച്ച് ഏതോ മനുഷ്യന്റെ രോമം വിട്ട് പണമുണ്ടാക്കുന്ന പുരോഹിത, നിനക്ക് ചെന്നു കയറാനുള്ള വാസസ്ഥലം ഈ പരലോകമാണ് എന്ന ഓർമ്മ മറന്നുപോയ ഒരു പുതിയ ലോകത്തു നിന്നുകൊണ്ടാണ് വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ആത്മീയതയെ കുറിച്ച് ഇൻഷാ അല്ലാ ഇവിടെ സംസാരം നടക്കുന്നത്. എന്താണ് ആത്മാവ്? ശ്രീമദ് ഭഗവത്ഗീത പറയാൻ ആശ്ചര്യമാണ് ആത്മാവ്. ആത്മാവ് ആശ്ചര്യമാണ്. ആത്മാവിനെ കുറിച്ച് ചില ആളുകൾ ആശ്ചര്യത്തോടെ പറയുന്നു അർജുന, ചില ആളുകൾ ആശ്ചര്യത്തോടെ വർണ്ണിക്കുന്നു അർജുന, ചില ആളുകൾ ആശ്ചര്യത്തോടെ കേൾക്കുന്നു അർജുന. എന്നാൽ നീ അറിയുക, ആത്മാവിനെ കുറിച്ചുള്ള അറിവ് സൃഷ്ടിനാഥന്റെ മുമ്പിൽ മാത്രമാണ് അർജുന. ഗീതയിൽ പറയുന്ന വാക്ക. അതേ കാര്യം പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ ഘടനയെ മാറ്റിമറിച്ച ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സ്രോതസ്സായി ലോക മുസ്ലിമീങ്ങൾ കരുതുന്ന എങ്ങനെ ആത്മീയത നേടണം, ആത്മാവിനെ എങ്ങനെ ശുദ്ധീകരിക്കണം. ആത്മാവ് ആര് തന്നതാ? ആത്മാവ് പടച്ച തമ്പുരാൻ തന്നതാണ്. ആത്മാവിനെ സന്നിവേശിപ്പിച്ചത് ഭൗതിക ലോകത്തിന്റെ അടിസ്ഥാനങ്ങളിലല്ല. അതെ, ഈ ഭൂമിയുടെ ഭാഗമല്ല ആത്മാവ്. നമ്മുടെ കൈ മണ്ണിന്റെ ഭാഗമാണ്, നമ്മുടെ കണ്ണ് മണ്ണിന്റെ ഭാഗമാണ്, നമ്മുടെ നെഞ്ച് മണ്ണിന്റെ ഭാഗമാണ്. അതേ, ആത്മാവ് മണ്ണിന്റെ ഭാഗമല്ല. അതേ, മനുഷ്യൻ മണ്ണിന്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. 20-ാം അധ്യായം 55-ാമത്തെ വാക്ക്. നിങ്ങൾ മണ്ണിന്റെ ഭാഗമാണ്. മണ്ണിൽ നിന്നാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്, മണ്ണിലേക്കാണ് നിങ്ങളുടെ മടക്കം. തീർന്നില്ല. 71-ാം അധ്യായം സൂറത്തുൻ നൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ കാതലായ ഒരു കാര്യമുണ്ട്. അതെന്താ? വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ, വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ. ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചു. ഇത് മനുഷ്യ ശരീരത്തെ കുറിച്ചാണ്, ആത്മാവിനെ കുറിച്ചല്ല. ആത്മാവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ? സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി. അല്ല, ആത്മാവിനെ കുറിച്ച് അള്ളാന്റെ ഭാഗത്ത് നിന്ന് സവിശേഷമായിട്ട് തന്നതാ. ഈ ശരീരത്തിലേക്ക്, ഈ മനുഷ്യ ശരീരത്തിലേക്ക് അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. ആ ആത്മാവ് വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം 42-ൽ പറഞ്ഞ ആ ആത്മാവില്ലേ, അശര്യമത് വദ്യതദീ തദൈവ ജന്യ എന്ന് ഗീത പറഞ്ഞ ആ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആത്മീയത എന്ന പദം വ്യവഹാര തലങ്ങളിൽ ലോകത്തെന്നും ഉയർത്തിക്കാട്ടപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാം ഈ വിഷയം വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യരെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഇവിടെ നടക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ഈ ആത്മീയതയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട്, നിങ്ങൾ നോക്കൂ, പുട്ടപർത്തിയിൽ സായിബാബ വലിയ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എല്ലാവർക്കും അറിയാം, പത്രധാര എല്ലാവരും അറിഞ്ഞതാണ്. ഒരു മതസമൂഹത്തെ വിമർശിക്കുകയല്ല, മറിച്ച് മനുഷ്യ സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് ഏകദൈവ വിശ്വാസത്തിന്റെ മൗലിക ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നതിന്റെ അടിസ്ഥാനത്തിലായി ഇത് പറയുന്നത്. ശ്വാസകോശത്തിന് പൂർണ്ണമായി പഴുപ്പ് ബാധിച്ച് 2 കിഡ്നിയും വീക്കായി വായിലൂടെയും മൂക്കിലൂടെയും വയറുകൾ കണക്ട് ചെയ്ത് സംസാരിക്കാൻ പോലും ശേഷി നഷ്ടപ്പെട്ട പച്ചയായ ഒരു മനുഷ്യനെ
ആരാധിക്കുന്നതും ഈ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന വ്യവസായത്തിന്റെ ഭാഗമാണ്. ലോകത്ത് നടക്കുന്ന ഈ ആർട്ട് ഓഫ് ലിവിംഗ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? കച്ചവടവൽക്കരിക്കപ്പെട്ട മതസമൂഹത്തിന്റെ ചിത്രങ്ങളാണ്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ശ്രീനാരായണ ഗുരുവിന് ഇന്ന് കിട്ടിയ സായിബാബക്ക് കിട്ടിയ ഒരു അംഗീകാരം പബ്ലിസിറ്റി, അംഗീകാരമല്ല പബ്ലിസിറ്റി, അതായിരിക്കും പദപ്രയോഗത്തിന് സൂട്ടബിൾ ആയിട്ടുള്ള പദപ്രയോഗം. എന്ത്? ശ്രീനാരായണ ഗുരുവിന് ഇന്ന് കാണുന്ന ആർട്ട് ഓഫ് ലിവിംഗ് പോലെയുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. മാതാമൃതാനന്ദമയെ പോലെ അവരാരും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കിയില്ല. എല്ലാം ഒരു പുകമറകളാണ്. മതരംഗത്ത് അവരാരും റോട്ടിലിറങ്ങാറില്ല. ശ്രീരാമ പരമഹംസൻ, സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വം, മഹാന്മാരായ സന്യാസിമാർ, അവർക്കാർക്കും ഇന്ന് കാണുന്ന ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒരു ആത്മീയതയെ കച്ചവടവൽക്കരിച്ച ഒരു രംഗം നാം വേറെ കാണുന്നില്ല. ഇന്ന് എല്ലാ രംഗവും കച്ചവടവൽക്കരിച്ചിരിക്കുകയാണ്. പണത്തോടാണ് മനുഷ്യനമിതമായ താല്പര്യം. ആ താല്പര്യമാണ് ഇന്ന് പ്രവാചകന്മാരെ, അതിനുവേണ്ടിയാണ് ഹദീസുകൾ പരതുന്നത്, അതിനുവേണ്ടിയാണ് ആയത്തുകൾ പരതുന്നത്, അതിനുവേണ്ടിയാണ് ആസാറുകൾ തേടിപ്പോകുന്നത്. അതെ, ആസാറുകൾ തേടിപ്പോകുന്ന ഒരു ജനത നശിച്ചു പോകുമെന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ വാക്ക് സഹീഹായ പരമ്പരകളോടെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന ഗ്രന്ഥലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ആലോചിക്കാം, ഇസ്ലാമിന്റെ പൈതൃകം മറന്നുപോയ ഒരു ജനപദത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, യശസ്സുയർത്തിപ്പിടിച്ച ഇസ്ലാമിന്റെ പൈതൃകത്തെ മറന്നുകൊണ്ട്, ലോകത്തിന്റെ ഘടനയിൽ ചരിത്രപരമായി സ്വാധീനം ചെലുത്തിയ ഇസ്ലാമിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ അനുഭവങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് പരലോകത്തെ രക്ഷപ്പെടണം, സ്വർഗം കിട്ടണം. ഏത് സ്നേഹത്തിനാണ് അതിന് സാധിക്കുക? എന്തിലൂടെയാണ് അത് സാധിക്കുക? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിങ്ങളെ മോചിപ്പിക്കുന്നതുമായ സകല കാര്യങ്ങളും റസൂല് കള്ളം പറയില്ല. ഇല്ല, ജീവിതത്തിൽ ഒരിക്കലും തമാശയായി ഒരു സൂചിപ്പെട്ട് പോലും, തമാശയിൽ പോലും ഇടകലർത്തി ഒരിക്കലും കള്ളം പറയാത്ത അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മനസ്സിന്റെ പ്രതിബിംബം അതാണ്, നിങ്ങളുടെ മനസ്സിന്റെ പ്രതിബിംബം അതാകേണ്ടതാണ്. ഇല്ല, എന്റെ റസൂല് കള്ളം പറഞ്ഞിട്ടില്ല. എന്റെ കയ്യിലുള്ള മുടി അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയല്ല. മനുഷ്യരെ, എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന് വിളിച്ചു പറ, ഇല്ലെങ്കിൽ നരകാഗ്നിയാണ് പുരോഹിത നിന്നെ കാത്തു നിൽക്കുന്നത് എന്ന വിനീതമായ ഒരു താക്കീതാണ് ഇവിടെയുള്ളത്. ഇന്നഹാ തർമീ ബിശററിൻ കൽകസർ കഅന്നഹും ജിമാലത്തുൻ സുഫർ കല്ലാ ഇന്നഹാ ലല്ലാ നസാഅത്തൻ ലിശവാ. അതെ, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖുദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഖിലാലുൻ ശിദാദുൻ ലാ യഹ്സൂനല്ലാഹ്. വല്ലാത്ത വാക്കുകൾ. നരകത്തെക്കുറിച്ചുള്ള, നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ചുള്ള ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ എന്തേ നിങ്ങൾക്ക് നേരം പുലരാത്തത്? അള്ളാഹുവിന്റെ കലാമ് കേൾക്കുമ്പോൾ എന്തേ നിങ്ങൾക്ക് വെളിച്ചമുണ്ടാകാത്തത്? ഗാന്ധിത്തലയുടെ പിന്നാലെ പോകുമ്പോ, ഡോളറുകളുടെ പിന്നാലെ പോകുമ്പോ, റിയാളുകളുടെ പിന്നാലെ പോകുമ്പോ, ദീനാറുകളുടെ പിന്നാലെ പോകുമ്പോ, ദീനാറുകളെ പുറങ്കാലുകൊണ്ട് ചവിട്ടിമാറ്റി, അതേ കൈതലയണയായി കിടന്നുറങ്ങി പുറത്ത് പാടുവീണ ഈത്തപ്പന തടുക്കിൽ കിടന്നുറങ്ങിയ വിശ്വാചാര്യനെ എന്തേ നിങ്ങൾ ഓർക്കാതെ പോയത്? ആ പ്രവാചകനെ എന്തേ നിങ്ങൾ മറന്നുപോയത്? ആ പ്രവാചക തിരുമേനിയെ എന്തേ നിങ്ങൾ നെഞ്ചകത്തേറ്റാതെ പോയത്? ആ പ്രവാചകനെ എന്തേ നിങ്ങൾ പഠിക്കാതെ പോയത്? ആ പ്രവാചക തിരുമേനിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഗൗരവമായി നാം ഇതൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ചില്ലറക്കാരനായ ഒരു വ്യക്തിയാണോ? നബിയുടെ ചലനം, നബിയുടെ വിരല്, നബിയുടെ വിരൽ തുമ്പ്, നബിയുടെ മീശ, നബിയുടെ താടി, നബിയുടെ മൂക്കിന്റെ ആകൃതി, നബിയുടെ മൂക്കിന്റെ നിറം, നബിയുടെ ശരീരത്തിന്റെ നിറം, നബിയുടെ തലമുടിയിൽ എത്ര മീശയിലും താടിയിലും തലമുടിയിലുമായി 20-ൽ താഴെ മുടി നിറച്ചിരുന്നു എന്ന് ആദ്യകാലത്തെ റിപ്പോർട്ട് സഹീഹ് തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഈ സംഭവം കാണാം. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണ്ണിയെടുത്തു. അവസാന ഘട്ടങ്ങളിൽ 20 മുടിയായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന് നിരയുണ്ടായിരുന്നത്. നബിയുടെ നിരയുടെ വെളുപ്പായിരുന്നോ ചെമ്പനായിരുന്നോ? നബിയുടെ കണ്ണിന്റെ പിരികം എന്തായിരുന്നു? നബിയുടെ നെറ്റിത്തടം എങ്ങനെയായിരുന്നു? നബിയുടെ ആകാര ഭംഗി എങ്ങനെയായിരുന്നു? നബിയുടെ ഫേസ് കട്ട് എങ്ങനെയായിരുന്നു? നബിയുടെ നടത്തം എങ്ങനെയായിരുന്നു? നബിയുടെ കാലുവെപ്പ് എങ്ങനെയായിരുന്നു? നബിയുടെ ഡ്രസ്സിന്റെ രൂപം എന്തായിരുന്നു? പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി നിന്ന്
ഒരു റെഡ് വസ്ത്രം ധരിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കും, ഞാൻ ചന്ദ്രനെ നോക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കും, അള്ളാഹുവിന്റെ ചന്ദ്രനെ നോക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് വീണ്ടും നോക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യം ചന്ദ്രനേക്കാൾ ഉന്നതമായി തീർന്നത് ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടു എന്ന് കള്ളം പറയില്ല എന്ന് ചിന്തിച്ച സഹാബികൾ, ജാഹിലിയത്തിന്റെ കെട്ടുപിടിച്ച കാലഘട്ടത്തിൽ കള്ളം പറഞ്ഞു പോയവർ, വ്യഭിചരിച്ചു പോയവർ, ശിർക്ക് ചെയ്തവർ, കല്ല് കണ്ടിടത്തൊക്കെ കുമ്പിട്ടവർ, അരാജകത്വത്തിന്റെ പർദീസയിൽ കഴിഞ്ഞുകൂടിയവർ, ജീവിതത്തിന്റെ ജാഹിലിയത്തിന്റെ പുറമ്പോക്കുകളിലെ കടന്നുപോയവർ, വിശ്വപ്രവാചകന്റെ വരവോടുകൂടെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം പരിവർത്തിപ്പിക്കപ്പെട്ട ഒരു ജനപദം. ആ ജനപദം കള്ളം പറയില്ല. ആ ജനപദത്തിന്റെ വാക്കിനേക്കാൾ ഉത്തമമായ ഒരു വാക്ക് ഒരു പുരോഹിതന്റെ കള്ളത്തിന് വില കൽപ്പിക്കുന്നവരെ, നിങ്ങൾ സഹാബികൾ കൊടുത്ത സ്ഥാനം എന്താണ്? നിങ്ങൾ റസൂലിന് കൊടുത്ത സ്ഥാനം എന്താണ്? നിങ്ങൾ മുഹദ്ദിസീങ്ങൾക്ക് കൊടുത്ത സ്ഥാനം എന്താണ്? നിങ്ങൾ ഇമാം അബൂ ഹനീഫക്ക് കൊടുത്ത സ്ഥാനം എന്താണ്? നിങ്ങൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത സ്ഥാനം എന്താണ്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത സ്ഥാനം എന്താണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ കൊടുത്ത സ്ഥാനം എന്താണ്? അല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ആത്മീയത ചർച്ച ചെയ്യപ്പെടട്ടെ, ആർക്കും എതിരാകാതെ തന്നെ, എന്നാൽ എല്ലാവരുടെയും രക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ. നമുക്കൊരു ബേജാറുണ്ട്, ഈ സുന്നികൾ ഈ വ്യവസായത്തെ, ഈ വാണിജ്യവൽക്കരിക്കപ്പെട്ട പ്രവാചകന്റെ തിരികേശം എന്ന പേരിൽ കാന്തപുരത്തിന്റെ മുടി എന്ന് എല്ലാ സുന്നികളും ഏറെക്കുറെ ഇന്ന് വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിൽ സഹോദരങ്ങളെ, ഈ സുന്നികൾ അത് എതിർക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്നത് കാന്തപുരമാണ്. കാന്തപുരത്ത് വെല്ലാൻ പോകുന്ന വ്യവസായം നടത്താൻ ഈ സുന്നികൾക്ക് സാധിക്കാതെ പോയി. കാന്തപുരം വാരിക്കൂട്ടുന്ന പണവും കാന്തപുരം വാരിക്കൂട്ടുന്ന അംഗീകാരവും ആദമിന്റെ 2 മക്കളിൽ ഒരാൾക്കൊരാൾക്കുണ്ടാക്കിയ രോഗമുണ്ടാക്കി. അതെന്താണത്? അത് അസൂയയാണ്. ആ അസൂയയുടെ പിൻബലത്തിലാണ് ഇതിന്റെ സനദ് പരിശോധിച്ചത്. ആ അസൂയയുടെ പിൻബലത്തിലാണ് അഹമ്മദ് ഖസർജിയുടെ ഗ്രന്ഥം തേടിപ്പോയത്. മുജാഹിദുകൾ ഗ്രന്ഥം തേടിപ്പോകുന്നത് സമ്പാദ്യത്തിന്റെ ഏറ്റക്കുറവുകൾ ഓർത്തിട്ടല്ല. പ്രിയങ്കരായ സഹോദരന്മാരെ, വളരെ മനോഹരമായി കള്ളവാർത്തകൾ മെനഞ്ഞെടുത്ത് വിശ്വാസികളായ ദുർബലരെ ചതിച്ച് വഞ്ചിച്ച് കോടികൾ സമ്പാദിക്കുമ്പോൾ കാലം കുറെ ചെല്ലുമ്പോൾ മനസാക്ഷി കുത്ത് തീരെ ഇല്ലാതായി തീരും. മനുഷ്യന്റെ ഒരു പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത അതാണ്. ജീവിതത്തിൽ ആദ്യമായി കള്ളം പറയുമ്പോൾ വല്ലാത്ത മനസാക്ഷി കുത്തുണ്ടാവും. ജീവിതത്തിൽ തട്ടിപ്പ് നടത്തുമ്പോൾ, ആദ്യമായി നടത്തുമ്പോൾ മനസാക്ഷി കുത്തും. തട്ടിപ്പിന് വേണ്ടി മാത്രം ജീവിക്കാൻ തീരുമാനിച്ച് തട്ടിപ്പ് മാത്രം ചെയ്യുമ്പോൾ അത് ശരിയായി തീരും. യാതൊരു മനസാക്ഷി കുത്തുമില്ലാത്ത ഒരവസ്ഥാവിശേഷം ഇന്ന് വന്നു പോവുകയാണ്. പച്ചക്കള്ളം, അതായത് ഇതിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം ഉമ്മത്തിലെ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന കച്ചവടത്തെ കുറിച്ചാണ് ഞാൻ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. ലോകാടിസ്ഥാനത്തിലെ മൊത്തം വാണിജ്യവൽക്കരിക്കപ്പെട്ട ആത്മീയതയെ കുറിച്ച് പറയാൻ പറ്റിയ ഒരു സദസ്സല്ല ഇത്. ഈ പ്രദേശം അതിനനുയോജ്യമല്ല. ഒരു പബ്ലിക്കിൽ മുസ്ലിങ്ങളൊക്കെയുള്ള ഒരു വലിയ സദസ്സായിരുന്നുവെങ്കിൽ എന്തൊക്കെ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ആത്മീയത എന്ന വിഷയം നമുക്ക് സംസാരിക്കാമായിരുന്നു. വിഷയത്തിന്റെ പരന്ന അവസ്ഥകളിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് ആത്മാവിനെ കുറിച്ച് പറഞ്ഞ് 1-2 കാര്യങ്ങളോട് പൂർത്തീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിൽ ആത്മീയത എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിനെ സംബന്ധിച്ചതാണല്ലോ ആത്മീയത. വിശുദ്ധ ഖുർആൻ 6 ആത്മാവിനെ ശുദ്ധീകരിച്ചുവോ അവർ വിജയിച്ചു, 6 ആത്മാവിനെ മലീമസപ്പെടുത്തിയോ അവർ പരാജയപ്പെട്ടു. വിഷയം വളരെ ചുരുക്കം, സ്വർഗത്തിലെത്തണം. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ പ്രത്യേകമായി നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. സ്വർഗത്തിലെത്തണം, അതിനാവശ്യമായ ദിക്ർ ഉണ്ടാവണം, അതിനാവശ്യമായ പ്രാർത്ഥനയുണ്ടാകണം, അതിനാവശ്യമായ നമസ്കാരം ഉണ്ടാകണം, അതിനാവശ്യമായ സ്വലാത്ത് ഉണ്ടാകണം, അതിനാവശ്യമായ എന്തൊക്കെ കർമ്മങ്ങളാണോ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടത് ആത്മാവിനെ നന്നാക്കാൻ, അതേ പാടുള്ളൂ. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, ഒരു പോയിന്റിൽ നിങ്ങളെ ഞാൻ പ്രത്യേകം ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആത്മാവ് അള്ളാഹു നൽകിയതാണ്, നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിലല്ല. വളരെ വളരെ ക്ലിക്ക് ചെയ്യേണ്ട ഒരു പോയിന്റിനെ പറ്റിയാണ് പറയുന്നത്, ശ്രദ്ധിക്കണം.
അപ്പൊ നമുക്കറിയാം ഒരു മൊബൈൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു മൊബൈലിന് ഒരു കാറ്റലോഗ് ഉണ്ടാവും. ഇത് നിർമ്മിച്ച ഒരു കമ്പനി ഇത് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണമെന്ന് കൃത്യമായ ഒരു രൂപരേഖ, അതിനനുസരിച്ച് ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കണം. ഇതിനെപ്പറ്റി ഒരു കുഞ്ഞു അറിയാത്ത ഒരുത്തൻ വിശദീകരിക്കുന്നത് കേട്ട് ഇത് വർക്ക് ചെയ്യിപ്പിച്ചാൽ ഇത് ദൈർഘ്യമേറിയ ഒരു കാലഘട്ടം ഇതിനുപയോഗിക്കാൻ കഴിയില്ല. ഞാനിവിടെ പറയുന്നത് ഇതൊരു ഒരു ഓരോ പുതിയ കാര്യങ്ങൾ വരുമ്പോഴും അതൊക്കെ ആത്മീയതയുടെ ഭാഗമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അള്ളാഹു നൽകിയ ആത്മാവ് അത് പടച്ച തമ്പുരാനാ പറയേണ്ടത്. എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് അതിനെ ശുദ്ധീകരിക്കേണ്ടത്, ആത്മാവിനെ നിങ്ങൾ എങ്ങനെ കൊണ്ടു നടക്കണം, അതാര് പറയും? അല്ല പറയും. അല്ല തന്ന ആത്മാവ് പടച്ച തമ്പുരാൻ പ്രത്യേകമായി തന്ന ഖുർആനിലെ 32-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്ന സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി എന്ന് പറഞ്ഞ അല്ലാഹുവിൽ നിന്ന് കിട്ടിയ, അല്ലേ? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം 85-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ 32-ാം അധ്യായം 9-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ 91-ാം അധ്യായം 7, 8, 9, 10 വചനങ്ങൾ എല്ലാം ഈ ആത്മാവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അവിടെ പറയുന്നത് എന്താണ് നിങ്ങൾക്കറിയാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഉണ്ടല്ലേ? വിശുദ്ധ ഖുർആൻ സൂറത്ത് ശംസിൽ പറഞ്ഞ അങ്ങനെ ആത്മാവിനെ ആ വ്യവസ്ഥപ്പെടുത്തിയ രൂപം, ആ വ്യവസ്ഥ തന്നെയാണ് സത്യം. എന്നിട്ട് പറഞ്ഞു ആരതിനെ മലീമസമാക്കിയോ അവർ പരാജയപ്പെട്ടു, ആരതിനെ നന്നാക്കിയോ അവർ നന്നായി. അപ്പൊ ഏതൊക്കെ വിശ്വാസത്തിലൂടെ ആത്മാവിനെ നന്നാക്കാം, ഏതൊക്കെ വിശ്വാസത്തിലൂടെ ആത്മാവ് മലീമസപ്പെടും? നമുക്കറിയാം ശിർക്ക് ദുൽമാണ്, അത് നരകത്തിലേക്കുള്ള കാരണമാണ്, ആത്മാവിനെ നശിപ്പിക്കലാണ്. അതെ, ഓരോ കാര്യങ്ങളും ഏത് നിങ്ങൾ എടുത്തോളൂ, ഇസ്ലാമിന് ഒരു പ്രത്യേകതയുണ്ട്. ഇസ്ലാമിന് എന്ത് എത്രയാവാം, എത്രത്തോളമാവാം അളവ് നിശ്ചയിച്ചു. ഇപ്പൊ സ്നേഹത്തിന് പരിധിയില്ലെന്നാണ് ഇവിടെ ഈ മുടി വ്യാപാരി പറയുന്നത്. ലോകത്ത് ഒരുപാട് വ്യാപാരങ്ങളുണ്ട്. നമുക്കറിയാം സ്വർണ്ണ വ്യാപാരം, വെള്ളി വ്യാപാരം, രോമ വ്യാപാരം, അങ്ങനെ ഒരു പുതിയ വകുപ്പും കൂടി ഭൂമി ലോകത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിശ്വപ്രസിദ്ധ രോമ വ്യാപാരി എന്ന ആള് നിങ്ങൾ ചേർത്തോളി, നിങ്ങൾക്കൊക്കെ അറിയാലോ, ഞാൻ ചേർത്തന്നില്ലെങ്കിൽ നിങ്ങൾക്കറിയാം. വിശ്വപ്രസിദ്ധ രോമ വ്യാപാരി ഒരു ലോകരാജ്യങ്ങളിൽ സഞ്ചരിക്കുകയാണ്, രോമം തേടിയിട്ടുള്ള ഒരു അന്വേഷണം. വല്ലാത്തൊരു ഗതികേട് തന്നെ, മാനവ ചരിത്രത്തിൽ വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് ഇതൊക്കെ. ആരാന്റെ ഏതോ മനുഷ്യന്മാരുടെ ആരുടെയോ മുടിയുടെ നീട്ടമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതോ ഒരു, അല്ലെ, ഏതെങ്കിലും ഒരു യൂറോപ്യൻ വനിതയുടെ എന്നിടത്താണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഏതോ ആവട്ടെ, ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് സഹോദരങ്ങളെ, മനുഷ്യ സമൂഹം ഇന്ന് വാണിജ്യ മതരംഗത്ത് മതത്തെ വിട്ട് പണമുണ്ടാക്കുക, മതം വിൽക്കുക, മതത്തിന്റെ ഏതൊരു കാര്യവും വിറ്റ് പണമുണ്ടാക്കുക എന്നിടത്താണ് ഏതൊരു ചടങ്ങിനെയും അത് പണവുമായും ഭക്ഷണവുമായും ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് പൗരോഹിത്യം ഏത് കാലഘട്ടത്തിലും ചെയ്തു പോന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് വിശുദ്ധ ഖുർആൻ മനോഹരമായി പറയുന്നൊരു വാക്ക്, അതിൽ ഒരു കണക്ഷൻ നിങ്ങൾ ശരിക്കൊന്ന് പരിശോധിച്ചു നോക്കിയേ. അതായത് യൗകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, അത് പുരോഹിതന്മാരിൽ നിന്നുണ്ടാകും എന്ന് ആര് പറയാണ്? അല്ല പറയാ. ജനങ്ങളെ പണ്ഡിതന്മാരുടെ കൂടെ ചെല്ലുമ്പോ കരുതിക്കൊളിയർന്ന് അല്ല പറയാൻ. പിഴച്ച പണ്ഡിതന്മാരെ മനസ്സിലാക്കാൻ ഒരു മാനദണ്ഡമുണ്ട്. ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയാൻ ഒരു മാനദണ്ഡം നിശ്ചയിച്ചു എന്ന് പഠിച്ചോ. ആ മാനദണ്ഡം നോക്കാൻ നമ്മുടെ കൗമിന് സാധിച്ചില്ല. യുവാക്കളെ, ചെറുപ്പക്കാരെ, ജീവിതത്തിൽ എനർജി പോക്കുന്നവരെ, അവിടെ മർക്കസിലെ മുടി പ്രദർശനത്തിന്റെ അന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയും ഇത് മറ്റൊരു നമ്മുടെ ശബരിമല പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള മകരവിളക്ക് പോലെ ഒരവസ്ഥാവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോകുന്ന തിരക്ക്, എന്തോ ഒരു ഉന്തും, എന്തോ ഒരു തിരക്കും, എന്തോ ഒരു ബലപ്പെടുത്തവും, എന്തൊരു മത്സരവും. അതെ, നമുക്കറിയാം അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കുള്ള അല്ലെങ്കിൽ മശറുൽ ഹറമിലേക്കുള്ള യാത്ര പോലെ 50 ലക്ഷത്തോളം വരുന്ന ആളുകൾ വമ്പിച്ച തിരക്കുള്ള ഒരു പ്രദേശമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട അറഫയും പരിസരങ്ങളും. അതിനേക്കാളൊക്കെ വെല്ലുന്ന തിരക്കുകൾ സൃഷ്ടിച്ചുകൊണ്ട് വലിയ എന്തോ ഒരു സംഭവം മർക്കസിൽ നടക്കാൻ പോകുന്നു എന്ന് വരുത്തി തീർക്കുക വഴി സഹോദരങ്ങളെ ഉണ്ടാകാൻ പോകുന്നത് ചില വലിയ ദുരന്തങ്ങളാണ്.
എന്താണ് ആ വലിയ ദുരന്തങ്ങൾ? ഈ സമൂഹത്തിൽ ഒരുപാട് ആൾ കൊല്ലപ്പെടും. ഈ മുടിക്ക് വേണ്ടിയുള്ള തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിക്കുന്ന വാർത്തകൾ ലോക മീഡിയകളിൽ ശ്രദ്ധേയമായ വാർത്തയായി വരും. അതൊക്കെ കൗതുകത്തോടെ വ്യവസായവൽക്കരിക്കാൻ വേണ്ടി, അതൊക്കെ കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായി മനോഹരമായി സ്വപ്നം കാണുന്ന, അല്ലെങ്കിലും ഖുർആനും സുന്നത്തും പ്രമാണമല്ല, ഏതൊക്കെയോ ഹോജാക്കളുടെ സ്വപ്നങ്ങളാണത്രേ ഈ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്താനുള്ള കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ ഷാഫി മദ്ഹബ് എന്ന ഗ്രന്ഥത്തിന് അവതാരിക എഴുതിയ ഈ വ്യാപാരി, ഈ രോമ വ്യാപാരി അന്ന് പറഞ്ഞത് പ്രവാചകന്മാരുടെ സ്വപ്നമൊഴികെ ആരുടെ സ്വപ്നവും ഇസ്ലാമിന്റെ അഖീദ രൂപപ്പെടുത്തുന്നിടത്ത് തെളിവല്ല എന്നാണ്. വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് മുടിയെക്കുറിച്ച് ഈ കെ സുന്നികളുടെ പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. വിശ്വാസത്തിന്റെ ഭാഗമായ കാര്യങ്ങൾ അമ്പിയാക്കളുടെ സ്വപ്നമല്ലാതെ സഹാബികളുടെ സ്വപ്നം പോലും തെളിവാവുകയില്ല എന്ന് പറയുന്നത് ലോകപ്രസിദ്ധ രോമവ്യാപാരി അവതാരിക എഴുതിയിട്ടുള്ള കാര്യമാണിത്. ഈ രോമവ്യാപാരിയുടെ അവതാരികയിൽ വളരെ മനോഹരമായി എഴുതി ചേർത്ത കാര്യമാണ് ബാങ്കിന് സഹാബിയുടെ സ്വപ്നം തെളിവാക്കാതിരുന്നത് അതുകൊണ്ടാണ്. സഹാബിമാരുടെ സ്വപ്നം പോലും ഈ വക കാര്യങ്ങൾക്ക് തെളിവല്ലെന്ന് പന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ ഷാഫി മദ്ഹബ് എന്ന ഗ്രന്ഥത്തിന്റെ അവതാരിക എഴുതിയപ്പോൾ ഈ രോമ വ്യാപാരി എഴുതി ചേർത്ത് പിടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെ സ്വപ്നങ്ങളുടെ കഥകളാണ്. ആർക്കൊക്കെ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന സ്വപ്നമാണ് സഖാബിമാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ആയിരങ്ങളുടെ നോട്ടുകെട്ടുകൾ പൗരോഹിത്യത്തിന്റെ കരങ്ങളിലേക്ക് തള്ളിക്കൊടുത്തുകൊണ്ട്, അതുപോലെ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് എന്നെന്നും ജീവിക്കാമെന്ന മോഹത്തിൽ, അല്ലാഹ് ആയുസ്സിട്ട കാലമത്രയും പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് ജീവിക്കാമെന്ന മോഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോട് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നഹാ ചെറുമീ ബിശറിൻ കൽകസർ കഅന്നഹും ജിമാലത്തുൻ സുഫർ, ഒട്ടകക്കൂട്ടങ്ങൾ ചിന്നിച്ചിതറുന്ന പോലെ നരകത്തിലെത്തിപ്പൊരി, കൊട്ടാര സമാനമായ നരകത്തിലെത്തിപ്പൊരി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള അസ്ഥികപാലത്തെ ഉരിച്ചു കളയുന്ന നരകത്തിലെ തീജ്വാല. അതോർക്കുമ്പോഴാണ് മുജാഹിദുകൾ വേദനിക്കുന്നത്. മുജാഹിദുകൾ വേദനിച്ചത് നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തെ കുറിച്ചോർത്തല്ല. എന്നത് മുസ്ലിം സമുദായത്തിന്റെ അപജയത്തിന്റെ കാരണമായി പഠിപ്പിച്ച പ്രവാചകനെ അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾക്ക് സമ്പന്നത ഞാൻ ഭയപ്പെടുന്നു എന്നും ദാരിദ്ര്യം ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നില്ലെന്നും പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂൽ അതുകൊണ്ട് തന്നെ ദൂർത്തിന്റെ, അതുപോലെ തന്നെ ഈ നിലക്ക് കാണിക്കുന്ന ആർഭാടങ്ങളുടെ എല്ലാ മേഖലകളും കൊട്ടിയടച്ച പ്രവാചകന്റെ വചനങ്ങൾ നെഞ്ചിലേറ്റിയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സമ്പാദ്യം ഓർത്തുകൊണ്ട് ഞങ്ങൾക്കൊരു ഫീലിംഗ് ഇല്ല. ഒരു മുടി കിട്ടിയിരുന്നുവെങ്കിൽ, സെനതോടുകൂടിയുള്ള മുടി കിട്ടിയിരുന്നുവെങ്കിൽ റഹ്മത്തുള്ള ഖാസിമിയെ പോലെ ഒരു കൊച്ചു കുപ്പിയിലെ വെള്ളം 25,000-ന് വിറ്റ് കാശാക്കാമെന്ന മോഹം ഞങ്ങൾക്കുണ്ടായിട്ടല്ല. മറിച്ച് യാഥാർത്ഥ്യമായി തീരുന്ന നരകാഗ്നി. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞില്ലെന്ന് ഞാനല്ലല്ലോ പറയുന്നത്. അബൂ സുഫിയാൻ നബിയുടെ ശത്രുവായിരുന്നു റളിയല്ലാഹു അൻഹു. ജാഹിലിയ്യത്തിന്റെ കട്ടപിടിച്ച കാലഘട്ടങ്ങളിൽ, ശിർക്കിന്റെ നേതാവായി ജീവിച്ച കാലഘട്ടങ്ങളിൽ അബൂജഹലിന്റെ കൂടെ നേല പോലെ ജീവിച്ച അബൂ സുഫിയാൻ എന്ന് പറയുന്ന പ്രവാചകന്റെ ബദ്ധവൈരിയായ അബൂ സുഫിയാൻ അങ്ങ് രാജകൊട്ടാരത്തിൽ ചെന്ന് ഈ പ്രവാചകനെ കുറിച്ചൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോ കള്ളം പറയുമോ ഈ പ്രവാചകൻ എന്ന ചോദ്യത്തിന് അബൂ സുഫിയാൻ പോലും പറഞ്ഞത് ഇല്ല, ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല, ഇല്ല, ഒരിക്കലും കള്ളം പറയാത്ത, ഒരു തരിമ്പ് കള്ളം പറയാത്ത ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അബൂ സുഫിയാന്റെ സർട്ടിഫിക്കറ്റ് ആണ്. തീർന്നില്ല, അബൂജഹലിന്റെ സർട്ടിഫിക്കറ്റും അതെ, 9 ഭാര്യമാരുടെ സർട്ടിഫിക്കറ്റ് അതെ, കൂടപ്പിറപ്പുകളുടെ സർട്ടിഫിക്കറ്റ് അതെ, ജൂതന്മാരുടെ സർട്ടിഫിക്കറ്റ് അതെ, ക്രൈസ്തവരുടെ സർട്ടിഫിക്കറ്റ് അതെ, മജൂസികളുടെ സർട്ടിഫിക്കറ്റ് അതെ. ആ ലോകത്ത് ജീവിച്ച സഹാബികൾ മുഴുവൻ, സഹാബികളല്ലാത്തവരും അള്ളാഹുവിന്റെ റസൂൽ കള്ളം പറഞ്ഞു എന്ന് വിശ്വസിക്കാത്തവരാണ്. ആ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവ്യക്തതകളില്ല. കള്ളം പറയാത്ത പ്രവാചകന്റെ വചനങ്ങളിൽ യാതൊരു നിലക്കുമുള്ള അസത്യങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനമാണ്. മനുഷ്യർ പൗരോഹിത്യത്തിന്റെ പിന്നാലെ പോയി പരലോകത്തെത്തുന്ന ചില രംഗം ഞാനത് ഓർക്കുമ്പോഴാണ്
എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നത് ഈ സുന്നികൾ ഇറക്കിയ കേസറ്റിൽ സാദാത്യങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ആ വാചകം കേട്ടപ്പോൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഒരു വചനം എന്റെ മനസ്സിലേക്ക് കടന്നു വരികയായിരുന്നു. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാനല്ലാഹ് വഅതാനർ റസൂലാ. നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഗ്രന്ഥം പറയുകയാണ്. ആ നരകത്തിൽ അവർ വരും, അന്നവര് പറയും ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങളുടെ റസൂലുള്ളാഹിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, സാദത്തനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ. സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ അവർ പറഞ്ഞതിനെ തൊണ്ടതൊടാതെ വിഴുങ്ങിയതിന്റെ പേരിൽ അവരുടെ തലപ്പാവ് കണ്ടു ഞങ്ങൾ, അവരുടെ താടിയുടെ മനോഹാരിത കണ്ടു ഞങ്ങൾ, അവരുടെ ഡ്രസ്സിന്റെ മനോഹാരിത കണ്ടു ഞങ്ങൾ, അവരുടെ നീളക്കുപ്പായം കണ്ടു ഞങ്ങൾ, അതാണ് മാനദണ്ഡമെന്ന് കരുതി അവർ കള്ളം പറയില്ലെന്ന് ഞങ്ങൾ വിശ്വസിച്ചു, അവർ ഞങ്ങളെ ചതിക്കില്ലെന്ന് വിശ്വസിച്ചു, അവർ ഞങ്ങളെ വഞ്ചിക്കില്ലെന്ന് വിശ്വസിച്ചു. ഓളങ്ങൾ വെട്ടിത്തിളങ്ങുന്ന നരകാഗ്നിയിലേക്ക് അവർ ഞങ്ങളെ ക്ഷണിക്കില്ലെന്ന് വിചാരിച്ചു. സാദത്തനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ. പക്ഷേ ഇന്നിതാ അവർ ഞങ്ങളെ നരകത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പണ്ഡിതന്മാർ ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞു. ഈ വിലാപം പരലോകത്തുണ്ട്. പ്രിയപ്പെട്ട മുജാഹിദുകളെ, നാം ഓർക്കണം, ഈ ജനപദത്തെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ ജമാഅത്തെ ഇസ്ലാമി വരില്ല, SDPI വരില്ല, രാഷ്ട്രപ്രഖ്യാപനം നടത്തിയവർ ഇനി വരില്ല. നാൽക്കവളകളിൽ സീറ്റിന് വേണ്ടി, പാർലമെന്റിന് വേണ്ടി, ആ തിരിയുന്ന കസേരക്ക് വേണ്ടി വാദിക്കാനായിരിക്കും ഇസ്ലാമിന്റെ സമഗ്രത പറഞ്ഞവർ ഇനി നമുക്ക് കാണാൻ കഴിയുക. അള്ളാഹുവിന്റെ ദീന് പറയാൻ, അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പറയാൻ, സഹാബികളുടെ ആസാറുകൾ പറയാൻ, അവരുടെ ചരിത്രങ്ങൾ പറയാൻ, അവരുടെ യാഥാർത്ഥ്യങ്ങൾ വിളമ്പിക്കൊടുക്കാൻ മുജാഹിദുകളെ നമ്മുടെ കയ്യിലല്ലാതെ ഒരാളുടെ കൈകളിലും വിഭവമില്ല. നമ്മളല്ലാതെ ലോക മുസ്ലിമീങ്ങൾക്ക് മാർഗദർശനം ചെയ്യാൻ ഇനിയൊരു ജനപദമില്ല. അവരുടെ പരലോകത്തെ ഓർത്ത് കരയാൻ നമ്മളുടെ കണ്ണുകളിലല്ലാതെ കണ്ണുനീരുകളില്ല. അവരെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന ഒരു ഹൃദയം ഇനി നമുക്കല്ലാതെ ലോകത്തൊരു മുസ്ലിം സംഘടനകൾക്കില്ല. അതുകൊണ്ട് തന്നെ പ്രവാചക, അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ, അവർ അംഗീകരിക്കാത്തതിന്റെ പേരിൽ അങ്ങയുടെ ജീവൻ ഒടുക്കുന്നവനായേക്കാം എന്ന ഖുർആനിക പരാമർശം 18 അധ്യായം 6 പരാമർശം എത്ര സ്ഥലങ്ങളിലാണ് മുജാഹിദുകൾ വേദനിക്കുകയാണ്. എന്തിനാ വേദന? നിങ്ങൾ സമ്പാദിക്കുന്ന കോടികൾ ഓർത്തല്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. പണമുണ്ടാക്കാൻ മതം മാർഗമായി സ്വീകരിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പകരം ഞങ്ങൾക്കൊരു സലാത്ത് നഗർ ഉണ്ടാകുമായിരുന്നു, നിങ്ങൾക്ക് പകരം ഞങ്ങൾക്കൊരു മൗലവിയുടെ ദർഗ ഉണ്ടാകുമായിരുന്നു, ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ ഒരു ദർഗ ഞങ്ങൾ കെട്ടിയുയർത്തുമായിരുന്നു. അൽ-ഫാത്തിഹ നിങ്ങൾ ഓതുന്നതിന് പകരം മറ്റൊരു സൂറത്ത് ഞങ്ങളും തിരഞ്ഞെടുക്കുമായിരുന്നു. ഇല്ല, ഒരിക്കലുമില്ല. പ്രഭാഷണ വേദിയിൽ പോകുമ്പോൾ പോലും ആളുകൾ തരുന്ന പണത്തിന് നിജസ്ഥിതി ഏർപ്പെടുത്തി, യാത്രയുടെ എക്സ്പെൻസ് നോക്കി, വാഹനത്തിന്റെ കൂലി നോക്കിക്കൊടുത്ത്, അതുപോലും കൂടുതലായി പോയാൽ അത് റബ്ബിന്റെ കോടതിയിൽ കുറ്റമായി തീരുമോ എന്ന് ചിന്തിക്കുന്ന പണ്ഡിതന്മാരാൽ നയിക്കപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഓർക്കുക, ഇവിടെ അള്ളാഹുവിന്റെ റസൂലാണ് നിന്ദിക്കപ്പെടുന്നത്, അള്ളാഹുവിന്റെ റസൂലാണ് കച്ചവടവൽക്കരിക്കപ്പെട്ടത്. ഇല്ല, നിങ്ങൾക്ക് അള്ളാഹു മാപ്പ് തരുമോ? അറിയില്ല. അള്ളാഹുവിന്റെ റസൂലിനെ വിറ്റ് പണമുണ്ടാക്കിയ ലോകാടിസ്ഥാനത്തിലെ ഏറ്റവും വലിയ മനുഷ്യനാരെന്ന് ചോദിച്ചാൽ അത് ഈ റോമ വ്യാപാരിയാണ് എന്ന് പറയേണ്ട അവസ്ഥാവിശേഷം ഇന്ന് നമുക്ക് സംജാതമാവുകയാണ്. നബിയെ പറ്റി അവർ നാവനക്കിയത് ബിസിനസിന് വേണ്ടിയാണ്, നബിയെ പറ്റി അവർ വർണ്ണിച്ചത് വ്യവസായത്തിന് വേണ്ടിയാണ്, നബിയുടെ മൂജിതത്തെ അവർ വിശദീകരിച്ചത് പണമുണ്ടാക്കാനാണ്, ഔലിയാക്കളുടെ കറാമത്തുകൾ അവർ വിശദീകരിക്കുന്നത് പണമുണ്ടാക്കാനാണ്. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്റിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ വജ്ഹല്ലാതെ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലം ഞങ്ങൾ ചോദിക്കില്ലെന്ന് പറഞ്ഞ പ്രവാചകന്മാരുടെ പാരമ്പര്യം എവിടെ? സഹാബികളുടെ പാരമ്പര്യം എവിടെ? താബീങ്ങളുടെ പാരമ്പര്യം എവിടെ? ആ പാരമ്പര്യമാണ് നമുക്കൊന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. സൂറത്ത് ശുആറ 26 അധ്യായം 107, 140, 161, 180 അങ്ങനെ തുടർന്ന് എത്രയെത്ര വചനങ്ങളാണ്. അതേ സൂറത്ത് യാസീൻ 36 അധ്യായം 20-21 വചനങ്ങളാണ്. ആ പട്ടണത്തിന്റെ അങ്ങേ ഓരത്ത് നിന്ന് നോക്കണം. ഇന്ന് ഈ രോമ വ്യാപാരിയെ പറ്റി അവരുടെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് പോലും ഇങ്ങനൊരു അഭിപ്രായമുണ്ടോ? എന്താ അഭിപ്രായം?
അഭിപ്രായം. അമ്പിയാക്കളുടെ പാത സ്വീകരിച്ചവർ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളുടെ പാത സ്വീകരിച്ച പണ്ഡിതന്മാർ അവർ അനന്തരമെടുക്കുന്നത് ജ്ഞാനമാണ്, അറിവാണ്. ആ അറിവ് കൊണ്ടാണ് ലോകത്തെ അവർ നയിക്കുന്നത്. ആ അറിവാണ് ഇരുട്ടിനെ അകറ്റുന്നത്. അതുകൊണ്ടാണ് ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്ന് പറഞ്ഞു. എന്തു പറഞ്ഞു? എന്താ പറഞ്ഞത്? ഇതാ ഈ പ്രവാചകന്മാർ അവർ നമ്മളിൽ നിന്ന് വസൂലാക്കുന്നില്ല പണം, അവർ നമ്മളിൽ നിന്ന് വസൂലാക്കുന്നില്ല പണം, അവർ നമ്മളിൽ നിന്ന് പ്രതിഫലം ചോദിക്കുന്നില്ല, അവർ ഹിദായത്തിലാണ്, അവരെ സ്വീകരിച്ചോളൂ. എന്തേ അങ്ങനെ പറയാൻ കാരണം? ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ അവരുടെ പുരോഹിതന്മാർക്ക് പണം കൊടുത്തിരുന്നു, അവർ പണം മേടിച്ചിരുന്നു, അവർ ഈ പാവങ്ങളെ ചൂഷണം ചെയ്തിരുന്നു. അതിനിടയിലാണ് വഹാബികൾ എന്ന് കേരളത്തിൽ കടന്നു വന്ന പോലെ പ്രവാചകന്മാർ കടന്നു വന്നത്. അവർ പ്രസംഗിച്ചു, അവർ കല്ലേറ് കൊണ്ടു, അവർ പ്രസംഗിച്ചു, അവർക്ക് കുക്കുവിളി കിട്ടി, അവർ പ്രസംഗിച്ചു, അനുയായികളെ പീഡിപ്പിച്ചു. അവിടുത്തെ ശത്രുക്കൾ ആ പ്രവാചകന്മാരുടെ അനുയായികളെ നാട് കടത്താൻ ശ്രമിച്ചു. കല്ല് കയറ്റിവെച്ചവർ, കല്ലെറിഞ്ഞവർ, നെഞ്ചു കുത്തിപ്പിളർന്നവർ, ത്രിശൂലം പരത്തിയവർ, അവിടുത്തെ സഹാബാ വനിതകളെ കൊന്നവർ. ഇതൊക്കെ എന്തിന്റെ പേരിലായിരുന്നു? ഏകദൈവ വിശ്വാസത്തിന്റെ പ്രഘോഷണവുമായി അവർ ജീവിച്ചതിന്റെ പേരിൽ, പ്രവാചകന്മാർ അവർ അംഗീകരിച്ചതിന്റെ പേരിൽ. ഇന്നതല്ല, ഇന്ന് സർവ്വസുഖങ്ങളുടെ പറുദീസകളിലാണ് ജീവിക്കുന്നത്. ആനന്ദത്തിന്റെ പുതിയ ലോകത്താണ്. ആർഭാടപൂർണമായ അധ്വാനിച്ചതല്ല, അവനവൻ അധ്വാനിച്ചതല്ല, അവനവന്റെ 10 സെന്റ് ഭൂമി വിട്ടതല്ല, പാവപ്പെട്ടവനെ സ്വലാത്ത് പറഞ്ഞു പറ്റിച്ച, പാവപ്പെട്ടവനെ പ്രവാചക സ്നേഹം പറഞ്ഞു പറ്റിച്ച, നബിദിനത്തിന്റെ അനിവാര്യത പറഞ്ഞു പറ്റിച്ച, അങ്ങനെ സമ്പാദിച്ച കോടികളാണോ ഇന്നത്തെ പുരോഹിതന്മാരുടെ ജീവിതത്തിന്റെ ആകത്തുകയെന്ന് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ഹലാലായ സമ്പാദ്യം സമ്പാദിച്ചു ശീലിച്ചിട്ടില്ലാത്ത പൗരോഹിത്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് മാനവ സമൂഹത്തെ രക്ഷപ്പെടുത്തുക എന്ന ഉദാത്തമായ, വേണ്ടി വന്നാൽ അതിനുവേണ്ടി മരിക്കാൻ, ജീവാർപ്പണം ചെയ്യാൻ, കൈകാലുകൾ ഛേദിക്കപ്പെട്ടാൽ അല്ലാഹുവേ നിന്റെ രക്തസാക്ഷിത്വത്തിന്റെ പട്ടികയിൽ ചേർക്കണേ എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന ഒരു യുവ സമൂഹത്തെ, മദ്യപിക്കാത്ത, വ്യഭിചരിക്കാത്ത, പലിശക്ക് കൊടുക്കാത്ത, അല്ലാഹുവിനെ ഭയപ്പെടുന്ന, സുന്നത്തെടുക്കുന്ന, തൗഹീദിലുറച്ച ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ മുജാഹിദ് പ്രസ്ഥാനം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മീയത വിറ്റിട്ടില്ലാത്ത, അവരെ വഞ്ചിച്ചിട്ടില്ലാത്ത, അവർക്കൊരു പുതിയ ദിക്ർ പഠിപ്പിച്ച് ഒന്നാടിയും പാടിയും ചരിഞ്ഞും കുണുങ്ങിയും ആളുകളെ പറ്റിച്ച ഒരു പുതിയ സലാത്തിന്റെ രീതി മുജാഹിദ് പ്രസ്ഥാനം പ്രാവർത്തികമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആരാണ് അല്ലാഹുവിന്റെ റസൂൽ? ആരാണ് അല്ലാഹുവിന്റെ റസൂൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന, ഈ കെ സുന്നികൾ, എ പി സുന്നികൾ, മുസ്ലിങ്ങൾ എല്ലാം ഒരേപോലെ അംഗീകരിക്കുന്ന, ഉണ്ണുക, ഉറങ്ങുക, ക്ഷീണിക്കുക, മറവി സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മളെ പോലെയുള്ള ഒരാളായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന് വഹി ഉണ്ടായിരുന്നു. നമ്മളിൽ നിന്നുള്ള വ്യത്യാസമാണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിരലിലൂടെ വെള്ളം വന്നിരുന്നു, നമ്മളിൽ നിന്നുള്ള വ്യത്യാസമാണത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വിരലിലൂടെ വെള്ളം വന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത പാത്രത്തിലെ പാല് 300 പേർക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിന് മാത്രമായി ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ എന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകത ഒരു സാദാത്യങ്ങൾക്കുമില്ല, ഒരു ഔലിയാക്കൾക്കുമില്ല. ഇവിടെ മുഅ്ജിസത്ത് പറയുന്നത് സാറയെ കാണിച്ച് സൂറയെ കല്യാണം കഴിക്കാനാണ്. ഈ വസ്തുത മനോഹരമായി നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാ കറാമത്ത് പറയുന്നത്? കറാമത്തുണ്ട് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാനല്ല, ഔലിയാക്കൾ മഹാന്മാരാണ് എന്ന് പഠിപ്പിക്കാനല്ല. അല്ല, സമസ്ത പുരോഹിതന്മാർ കറാമത്ത് പഠിപ്പിക്കുന്നത് വല്ലാഹിൽ അലീം അല്ല, അല്ല, അതവരുടെ പുരോഹിതന്മാരുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അല്ല, അല്ല, കറാമത്ത് വിറ്റ് പണമുണ്ടാക്കാനാണ്.